നമസ്തേ. അമ്മേ നാരായണ. ഇന്ന് വിനായക ചതുർത്ഥി. വിനായക ചതുർത്ഥിയെ ഗണപതി ഭഗവാന്റെ ജന്മദിനമായും നമ്മൾ ആഘോഷിക്കാറുണ്ട്. പാർവതീദേവി ജന്മം കൊടുത്ത വിനായകൻ അല്ലെങ്കിൽ ഗണേശ ഭഗവാന് ശിവഭഗവാന്റെ കയ്യാൽ മൃത്യു സംഭവിച്ചു. വീണ്ടും ഗജത്തിൻ്റെ ശിരസ്സും മനുഷ്യൻ്റെ ഉടലുമായി ഭഗവാൻ വീണ്ടും പുനർജനിച്ചു. ശിവഭഗവാൻ മോക്ഷം കൊടുത്തു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ആ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കും കൂടി അന്ന് മൃത്യു സംഭവിച്ച ഒരാൾക്ക് പുതുജീവൻ കിട്ടിയ ആ സന്തോഷം ആഘോഷിക്കുന്നതിനും ഗണേശോത്സവം ആഘോഷിക്കുന്നതിനുമുള്ള ഒരു ദിവസമായിട്ടാണ് നമ്മൾ ഈ ദിവസം ആഘോഷിക്കുന്നത്. വിനായക ചതുർത്ഥി നാളിൽ ഗണപതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും യഥാശക്തി വഴിപാടുകൾ കഴിക്കുക, കറുകമാല ചാർത്തുക, ഗണപതി ഹോമം കഴിക്കുക, ഭഗവാന് മലര് നിവേദിക്കുക, അതുപോലെ തന്നെ തേങ്ങയും ശർക്കരയും വയ്ക്കുക, നാളികേരം ഉടയ്ക്കുക, അപ്പം നിവേദിക്കുക, മോദകം നിവേദിക്കുക. ഇതൊക്കെ വളരെ ഇഷ്ടമുള്ളതാണ്. ആയുരാരോഗ്യ സൗഭാഗ്യത്തിനായിട്ട് കറുകമാല ചാർത്തുക, അതുപോലെ തന്നെ മംഗളകാര്യങ്ങൾ വിവാഹ കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി നമ്മൾ പഴമാല ചാർത്തുക, അതുപോലെ നാരങ്ങാമാല ചാർത്തുക, ഗണേശ ഭഗവാന് താമരമാല ചാർത്തുക. ഒരുപാട് കാര്യങ്ങൾ ഗണപതി ഭഗവാന് നമുക്ക് ചെയ്യാം. എന്ത് ചെയ്യുമ്പോഴും ഓരോ കാര്യങ്ങൾക്കും അതിൻ്റേതായ ഗുണഫലവും കിട്ടും. അപ്പം ഗണപതി ഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ ഉപദേവതയായിട്ടുള്ള കന്നിമൂലയിലുള്ളതാണെങ്കിലും ഈശാനകോണിലുള്ളതാണെങ്കിലും എവിടെയുള്ളത് ക്ഷേത്ര ഉപദേവതയായിട്ടിരിക്കുന്ന ഗണപതി ഭഗവാനാണെങ്കിലും മറ്റ് ഗണപതി ക്ഷേത്രങ്ങളിലാണെങ്കിലും ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് വിനായക ചതുർത്ഥി നാളിൽ വലിയ ആഘോഷമാണ്, വലിയ അനുഗ്രഹവുമാണ്. ഇങ്ങനെ അനുഗ്രഹം കിട്ടുമ്പോൾ നമ്മൾ വീടുകളിലും ഗണപതി ഭഗവാന് ഗണേശ സ്തുതികൾ ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. ഗണപതി ഭഗവാന് ഒരുപാട് കീർത്തനങ്ങളുണ്ട്. കീർത്തനങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കാം. ഗണപതി ഭഗവാന്റെ മുമ്പിൽ നമ്മൾ ശിരസ്സ് നമിച്ചുകൊണ്ട് ഏത്തയിടുന്നത് ഒരു വലിയ കാര്യമാണ്. ഏത്തമിടുമ്പോൾ നമ്മുടെ ദോഷങ്ങൾ മുഴുവൻ മാറിപ്പോകുന്നു എന്നാണ് വിശ്വാസം. അതായത് നമ്മൾ ഭഗവാനെ കീഴടങ്ങുകയാണ്. അപ്പോൾ ഏത്തമിട്ട് ദോഷങ്ങൾ തീർക്കുക, അതും വലിയ സന്തോഷമാണ്. അതിൻ്റെ പിന്നിലും കഥയുണ്ട്, അത് പിന്നീട് ഒരിക്കൽ പറയാം. എന്തായാലും തീർച്ചയായിട്ടും ഈ ചതുർത്ഥി നാളിൽ എല്ലാവരും ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക, ശക്തിക്കൊത്ത വഴിപാടൊക്കെ കഴിക്കുക. വീട്ടിൽ തന്നെ ഗണപതി ഭഗവാനെ ഒരു ദീപം തെളിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നത് അഷ്ടൈശ്വര്യങ്ങളും തരും. അഷ്ടദ്രവ്യ ഗണപതി ഹോമം, സാധാരണ ഗണപതി ഹോമം, കൂട്ടയപ്പം, ഒറ്റയപ്പം, കദളിപ്പഴ നിവേദ്യം, മോദക നിവേദ്യം, പാനക നിവേദ്യം, ഇതൊക്കെ ഭഗവാൻ ഇഷ്ടപ്പെട്ടതാണ്. നമ്മളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിവേദ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കൂ. ഗജത്തിൻ്റെ ശിരസ്സും മനുഷ്യൻ്റെ ഉടലുമുള്ള, അതായത് നമുക്കറിയാം നരസിംഹം എന്ന് പറഞ്ഞാൽ പകുതി മനുഷ്യനും പകുതി സിംഹത്തിൻ്റെ ഇതുമാണ്. അതുപോലെ തന്നെ വാരാഹിമൂർത്തി എന്ന് പറഞ്ഞാൽ കാട്ടുപന്നി സ്വരൂപമാണ്. അമ്മയുടെ മുഖം പന്നിയുടേതാണ്, പക്ഷേ ഉടൽ ദേവിയുടേതാണ്, അമ്മയുടേതാണ്. അപ്പം ഈ മൃഗത്തിൻ്റെ അംശഭാഗമുള്ള ദേവതകളൊക്കെ പെട്ടെന്ന് അനുഗ്രഹം തരുന്നവരാണ്. ഗണപതി ഭഗവാൻ പെട്ടെന്ന് അനുഗ്രഹം തരുന്ന, എല്ലാ വിഘ്നങ്ങളും തീർത്തു തരുന്ന, എല്ലാവരുടെയും ഏതൊരു കൂട്ടത്തിൻ്റെയും അധിപനാവുന്ന ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഈ വിനായക ചതുർത്ഥി നാളിൽ എല്ലാവർക്കും ഉണ്ടാവട്ടെ. കാരണം വിനായകൻ്റെ അനുഗ്രഹം ഉണ്ടായാൽ ബാക്കിയെല്ലാമായി എന്നാണ് അർത്ഥം. ഇനി ഈ ചതുർത്ഥി നാളിൽ ചന്ദ്രനെ കാണരുത് എന്ന് പറയുന്നതിൻ്റെ കാര്യം നമുക്കൊന്ന് നോക്കാം. ചന്ദ്രനെ കാണരുത് എന്ന് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല. ഗണപതി ഭഗവാൻ ഭക്ഷണപ്രിയനാണ്. ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ പ്രകൃതിയിലൂടെ ഉലാത്തുക പുള്ളിയുടെ ഒരു സന്തോഷമാണ്. അങ്ങനെ ഉലാത്തിയപ്പോൾ തട്ടി വീഴുകയും ഇത് വീണ് മേൽപോട്ട് നോക്കിയപ്പോൾ ചന്ദ്രൻ, തേങ്ങാപ്പൂൾ പോലെയുള്ള ചന്ദ്രൻ, അതായത് ശുക്ലപക്ഷത്തിലെ കർത്തവാവ് കഴിഞ്ഞ് 4-ാം ദിവസമാണ് ചതുർത്ഥി. ആ ചതുർത്ഥി നാളിൽ ഒരു വളരെ വലിയ രൂപമൊന്നുമല്ല, ഒരു തേങ്ങാപ്പൂളിൻ്റെ രൂപം ഉണ്ടെങ്കിലും ഒരു പരിഹസിക്കുന്നത് പോലെയാണ് ഗണപതി ഭഗവാന് തോന്നിയത്. ആ പരിഹാസം കണ്ടപ്പോൾ തോന്നി, ഇന്ന് ഞാൻ വീണ് കിടക്കുന്നത് കണ്ടിട്ട് നീ ചിരിച്ചില്ലേ, അപ്പോൾ ഇന്നത്തെ ദിവസം
ഈ ചതുർത്ഥി നാളിൽ അങ്ങയെ ദർശിക്കുന്നവർക്കെല്ലാം അപഹാസ്യത, പരിഹാസം കേൾക്കാനിടയാവട്ടെ, അവർ അപഹസിക്കപ്പെടട്ടെ, അവർ കളവ് കേൾക്കാനിടയാവട്ടെ എന്ന് ശപിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ശാപം ഫലിക്കുകയും കുറേ പേർക്ക് അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ദൈവത്തെ ഓർത്ത് ആരും തന്നെ ഇന്ന് വിനായക ചതുർത്ഥി നാളിൽ ചന്ദ്രനെ കണ്ട് ഫലിക്കുമോ, ഗണേശ ഭഗവാൻ പറഞ്ഞ ശാപം ശരിയാണോ എന്നൊന്നും പരീക്ഷിച്ച് നോക്കരുത്. പരിഹസിക്കപ്പെടുക, അപഹാസ്യനാവുക, കളവ് കേൾക്കുക, ഇതൊന്നും ഒട്ടും ശുഭമല്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് 1 വർഷത്തേക്ക് ഫലം നീണ്ടു നിൽക്കും. ചിങ്ങമാസത്തിലെ ശുക്ലപക്ഷ ചതുർത്ഥി നാളിൽ ചന്ദ്രനെ കാണരുത്. അന്ന് വിനായക ചതുർത്ഥിയാണ്. ഗണപതി ഭഗവാന്റെ ശാപം നിങ്ങൾക്കും ഫലിക്കും. അതുകൊണ്ട് ആരും അതിന് ശ്രമിക്കരുത്. ഈ വിനായക ചതുർത്ഥി എല്ലാവരും ഗണേശനോടൊപ്പം ഭംഗിയായി ആഘോഷിക്കൂ. കൈലാസ പർവ്വതേ വാഴുന്നോരീശ്വര, ദേവാദിദേവന്റെ പുത്ര നമോസ്തുതേ. കൈലാസ പർവ്വതേ വാഴുന്നോരീശ്വര, ദേവാദിദേവന്റെ പുത്ര നമസ്തുതേ. ആനന്ദവേഷം ചമഞ്ഞു നീ, ആനന്ദദായക സൗഭാഗ്യമേകുക. ആനന്ദവേഷം ധരിച്ചു നീ, ആനന്ദദായക സൗഭാഗ്യമേകുക. ഗണപതി ഭഗവാനെ എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും നൽകണേ. അപഹസിക്കപ്പെടാനും പരിഹസിക്കപ്പെടാനും ആർക്കും ഇടയാക്കരുതേ ഭഗവാനെ. നന്ദി, നമസ്കാരം.